പുറമൊക്കെ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ളതും എന്നാൽ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂട് ഉഴുന്നുവട ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിന്ന് ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ഉഴുന്ന് ഞാനിപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4-5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 2 കപ്പ് ഉഴുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് അരച്ചെടുക്കുന്നില്ല, 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഉഴുന്നിൽ നമ്മൾ പകുതി മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം. ആ വെള്ളത്തിൽ നമ്മൾ പകുതി വെള്ളവും ചേർത്തിട്ടാണ് ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അരച്ചെടുക്കുക. അങ്ങനെ വേണം ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഒരു ബാച്ച് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ വെള്ളവും ചേർത്തിട്ട് തന്നെയാണ് ഈ ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് ഈ ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവൻ ഉഴുന്നും നമ്മൾ അരച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഉഴുന്ന് സ്പൂൺ കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്പൂൺ കൊണ്ടാണെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഉഴുന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാവും. അതൊന്നും സാരമില്ല, നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രമേ ഉഴുന്നുവടയ്ക്ക് നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉഴുന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാതെ ഓരോന്നായിട്ട് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ ചേർത്തിട്ടുള്ളതിനനുസരിച്ചിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഇങ്ങനെ ഒട്ടി ഇരിക്കുന്നതൊക്കെ ഒന്ന് വിടിവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നിലേക്ക് ഈ ഒരു മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദോശമാവാണ്. അപ്പോൾ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഉണ്ടാക്കുന്ന മാവ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ദോശമാവൊക്കെ ചേർത്തിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉഴുന്നുവട പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടും. അപ്പോൾ ദോശമാവും ചേർത്തിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം നമ്മൾ കുറച്ച് ദോശമാവും കൂടി ഒന്ന് അരച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഈ ദോശമാവിൽ നമ്മൾ അരിയും അതുപോലെ തന്നെ ഉഴുന്നും ചേർത്തിട്ടാണ് ദോശമാവ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദോശമാവ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും ഉണ്ടാക്കുന്ന ആ ഒരു മാവ് ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഈ ദോശമാവ് ചേർത്ത് കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്കുള്ള അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടിയുടെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. നമ്മളത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു അളവ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അരിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അരിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഒന്ന് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് കുറച്ചും കൂടി ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് വെച്ചതിന് ശേഷമാണ് ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാവ് നമ്മൾ വെച്ചിട്ട് 1/2 മണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ മാവ് വെച്ചതിന് ശേഷം മാവ് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ 2 കൈ നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളത്തിൽ മുക്കുക. അപ്പോൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ മാവ് കയ്യിലൊട്ടും തന്നെ ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല.
അപ്പോൾ കൈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ബോൾ പോലെ ഒന്ന് ആക്കുക. അതിനുശേഷം നമ്മൾ ഒരു വിരൽ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതിന് നടുവിലായിട്ട് ഒരു കുഴി പോലെ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ ഉഴുന്നുവട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടായി നിൽക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉഴുന്നുവട ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. പിന്നെ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ട് ചൂടായി നിൽക്കുന്ന എണ്ണയുടെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കിയതിന് ശേഷമാണ് ഉഴുന്നുവട എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. ഫ്ലെയിം ഒട്ടും തന്നെ കുറച്ച് വെക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഒന്ന് കളറൊക്കെ മാറി ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 1-2 തവണ തിരിച്ച് മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഏറ്റവും ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ടത്. ഇപ്പോൾ അതാ ഉഴുന്നുവടയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാവ് നമ്മൾ എടുക്കുന്നതിന് മുമ്പേ ആദ്യമേ കൈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കുക. അതിന് ശേഷം വേണം നമ്മൾ മാവ് കയ്യിലേക്ക് എടുക്കാൻ. എന്നിട്ടതൊരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ ഒരു വിരൽ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ കൈ നമ്മൾ ചൂടാൻ നിൽക്കുന്ന എണ്ണയ്ക്ക് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കമത്തി പിടിച്ച് കഴിഞ്ഞാൽ കയ്യിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ മാവ് എണ്ണയിലേക്ക് വീണോളൂ. പിന്നെ നമ്മൾ കയ്യിലെ വെള്ളമൊക്കെ നന്നായിട്ട് കുടഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം കയ്യിൽ വെച്ചിട്ട് ഉഴുന്ന് പരത്തിയെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഇതുപോലെ കമത്തുമ്പോഴത്തേക്കിനും കയ്യിൽ വെള്ളത്തുള്ളികളുണ്ടെന്നുണ്ടെങ്കിൽ അത് എണ്ണയിലേക്ക് വീണ് കഴിഞ്ഞാൽ എണ്ണ പൊട്ടിത്തെറിക്കും. പിന്നെ നമ്മുടെ കൈയൊക്കെ പൊള്ളും, അതുപോലെ മുഖത്തൊക്കെ തെറിച്ച് വീഴും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു 4 എണ്ണമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 എണ്ണമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3-4 എണ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാറാവുന്ന ആ ഒരു ടൈമിൽ മാത്രം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി. എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ചൂട് ഉഴുന്നുവടയും കുറച്ച് ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ കഴിക്കും, എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അതാ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്